പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ എന്ന പോർഷനിൽ നിന്നെടുത്തിട്ടുള്ള 20 ചോദ്യ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തത്, വംശചരിത്രത്തിൻ്റെയും പ്രാദേശിക ചരിത്രത്തിൻ്റെയും കേരളത്തിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും പഴക്കമേറിയ കൃതി ഏത്? വംശചരിത്രത്തിൻ്റെയും പ്രാദേശിക ചരിത്രത്തിൻ്റെയും കേരളത്തിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും പഴക്കമേറിയ കൃതിയാണ് മൂഷക വംശകാവ്യം. അവസാന മൂഷക രാജാവായ ശ്രീകണ്ഠൻ്റെ ഏത് കൊട്ടാരം കവിയാണ് മൂഷക വംശകാവ്യം രചിച്ചത്? അവസാന മൂഷക രാജാവായ ശ്രീകണ്ഠൻ്റെ ഏത് കൊട്ടാരം കവിയാണ് മൂഷക വംശകാവ്യം രചിച്ചത്? അതുലൻ. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട 15 അധ്യായങ്ങളുള്ള കേരളത്തിലെ ചരിത്ര ദിനവൃത്താന്തം ഏത്? സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട 15 അധ്യായങ്ങളുള്ള കേരളത്തിലെ അർദ്ധചരിത്ര ദിനവൃത്താന്തമാണ് മൂഷക വംശകാവ്യം. അപ്പോൾ മൂഷക വംശകാവ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാവ്യമാണ്. അടുത്തത്, പ്രാചീന കേരളത്തിലെ തൃക്കണ്ണാമതിലകം ഏത് മതത്തിൻ്റെ സ്വാധീന പ്രദേശമായിരുന്നു? പ്രാചീന കേരളത്തിലെ തൃക്കണ്ണാമതിലകം ഏത് മതത്തിൻ്റെ സ്വാധീന പ്രദേശമായിരുന്നു? ജൈനമതത്തിൻ്റെ. തരിസാപ്പള്ളി ശാസനം ഏത് വർഷത്തിലായിരുന്നു? CE 849. തരിസാപ്പള്ളി ശാസനം ഏത് വർഷത്തിലായിരുന്നു? CE 849. ആദിമ ചരിത്രകാലത്ത് ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരത്തിൻ്റെ, പ്രത്യേകിച്ച് ഇൻഡോ റോമൻ പശ്ചിമേഷ്യൻ വ്യാപാരത്തിൻ്റെ ധാരാളം പുരാവസ്തുപരമായ തെളിവുകൾ നൽകിയ കേരള തീരത്തെ ആദ്യ കേന്ദ്രം ഏത്? ആദിമ ചരിത്രകാലത്ത് ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരത്തിൻ്റെ, പ്രത്യേകിച്ച് ഇൻഡോ റോമൻ പശ്ചിമേഷ്യൻ വ്യാപാരത്തിൻ്റെ ധാരാളം പുരാവസ്തുപരമായ തെളിവുകൾ നൽകിയ കേരള തീരത്തെ ആദ്യത്തെ കേന്ദ്രമാണ് പട്ടണം. പട്ടണം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ പറവൂർ താലൂക്കിലുള്ള ഒരു പ്രദേശമാണ് പട്ടണം. അടുത്ത ക്വസ്റ്റ്യൻ, ജൂത കച്ചവടക്കാരനായ ജോസഫ് റബ്ബാനെ പരാമർശിക്കുന്ന ജൂത താമ്രശാസനം ഏത് വർഷത്തിലേതാണ്? അപ്പം ജൂത കച്ചവടക്കാരനായ ജോസഫ് റബ്ബാനെ പരാമർശിക്കുന്ന ജൂത താമ്രശാസനം ഏത് വർഷത്തിലേതാണ്? CE 1000. കമ്പോളത്തിൽ ലഭ്യമായിരുന്ന നിരവധി നെല്ലിനങ്ങളെ പറ്റി സൂചിപ്പിക്കുന്ന പ്രാചീന കൃതി ഏത്? ഉണ്ണുനീലി സന്ദേശം. അപ്പോൾ കമ്പോളത്തിൽ ലഭ്യമായിരുന്ന നിരവധി നെല്ലിനങ്ങളെ പറ്റി സൂചിപ്പിക്കുന്ന പ്രാചീന കൃതിയാണ് ഉണ്ണുനീലി സന്ദേശം. കേരള വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ മലബാർ തീരത്തെ വിവരിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ ചൈനീസ് ഗ്രന്ഥമേത്? കേരള വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ മലബാർ തീരത്തെ വിവരിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ ചൈനീസ് ഗ്രന്ഥമാണ് ദവോയി ഷില്യു. അടുത്തത്, കുതിര വ്യാപാരം വളരെ ലാഭകരമായിരുന്നുവെന്ന് പരാമർശിക്കുന്ന പ്രാചീന കൃതി ഏത്? കുതിര വ്യാപാരം വളരെ ലാഭകരമായിരുന്നു എന്ന് പരാമർശിക്കുന്ന പ്രാചീന കൃതിയാണ് ഉണ്ണിയച്ചി ചരിതം. കൊല്ലം, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ തുറമുഖ നഗരങ്ങളെ പ്രതിപാദിക്കുന്ന 15ാം നൂറ്റാണ്ടിലെ ചൈനീസ് ഗ്രന്ഥമായ യിങ് ഷെങ് ലാൻ എഴുതിയതാര്? മാഹുവാനാണ്. കൊല്ലം, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ തുറമുഖ നഗരങ്ങളെ പ്രതിപാദിക്കുന്ന 15ാം നൂറ്റാണ്ടിലെ ചൈനീസ് ഗ്രന്ഥമായ യിങ് ഷെങ് ലാൻ എഴുതിയത് മാഹുവാനാണ്. മധ്യകാല കേരള ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകളിൽ പെടുന്ന ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും കൈമാറ്റം സംബന്ധിച്ച രേഖകളുടെ സമാഹാരം ഏത്? ഗ്രന്ഥവരി. മധ്യകാല കേരള ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകളിൽ പെടുന്ന
ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും കൈമാറ്റം സംബന്ധിച്ച രേഖകളുടെ സമാഹാരമാണ് ഗ്രന്ഥവരി. തിരുവിതാംകൂറിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗ്രന്ഥവരി ഏത്? മതിലകം ഗ്രന്ഥവരി. തിരുവിതാംകൂറിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗ്രന്ഥവരിയാണ് മതിലകം ഗ്രന്ഥവരി. മതിലകം രേഖകൾ അല്ലെങ്കിൽ മതിലകം ഗ്രന്ഥവരി ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂർ രാജ്യമായിട്ട്. പെരുമ്പടപ്പ് ഗ്രന്ഥവരി ഏത് പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്? കൊച്ചി. കേരളത്തിന്റെ ഇന്നലകൾ ആരുടെ കൃതിയാണ്? KN ഗണേഷ്. കേരളത്തിന്റെ ഇന്നലകൾ ആരുടെ കൃതിയാണ്? KN ഗണേഷ്. അടുത്തത്, മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കിയ ജർമ്മൻ മിഷണറിയാണ് അർണോസ് പാതിരി. കേരളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കിയ ജർമ്മൻ മിഷണറിയാണ് അർണോസ് പാതിരി. മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടട്ട്. മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടട്ട്. പഴശ്ശി സമരങ്ങൾ ആരുടെ കൃതിയാണ്? KKN കുറുപ്പ്. പഴശ്ശി സമരങ്ങൾ ആരുടെ കൃതിയാണ്? KKN കുറുപ്പ്. ഇതോടെ 20 ക്വസ്റ്റ്യൻസും തീർന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.